അല്ല നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, വാച്ച് പുതിയ മേടിക്കണ കാര്യം. അതല്ല ഇങ്ങോട്ട് കേറി വന്നപ്പോ മോളുടെ കാര്യം ആ അതോ, അവക്ക് കലാതിലക ആവണമെന്ന്. ആ ഇനി അതിന്റെ കുറവ് കൂടി ഉള്ളൂ. നീ ഓരോന്ന് പറഞ്ഞ തലേ കേറ്റിക്കോ. അതൊന്നും വേണം. ചതുവേട്ടാ ഇത് നീട്ടിക്കേ. ആ മോള് വേണമെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് കുറച്ച് ഡാൻസ് പഠിച്ചോ. അമ്മയുടെ ഡാൻസ് കണ്ടല്ലേ അച്ഛൻ വീണത്. എന്നിട്ട് വല്ലതും പറ്റിയോ അച്ഛാ? പറ്റിയത് അച്ഛനല്ല അമ്മയ്ക്കാ. മോളെവിടെ? അവള് ടി വി കാണാ. മീനക്കൂർ എത്തിയിട്ടില്ലേ? നന്നായി. അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതൊന്നും പോരായിരിക്കും. അതിനിപ്പോ നിനക്കെന്താ പറ്റിയേ? പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാരാ എന്റെ പുറകെ ബൈക്കിൽ നടന്നേന്നറിയോ? എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറില് ഷർട്ടും തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില്. അതെന്താടി നീ അങ്ങനെ പറയണേ? വെറും സുമംഗലയെ ഞാൻ സുമംഗലിയാക്കിയില്ലടി. അത് വല്ല കൂടോത്രം ചെയ്തിട്ടാണ് എനിക്കിപ്പോ സംശയം. കൂടോത്രം നല്ല മോളെ. എന്റെ വാരിയിൽ ഒരെണ്ണം അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടതാ ഭൂമിയിലേക്ക് നിന്നെ. മംഗല്യപ്പൊരുത്ത് 1 2 അല്ല 9 എന്താ ഈ പശു ഇങ്ങനെ കരയണേ? കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രിച്ച് കെട്ടിച്ചാണല്ലോ. ഈ കരച്ചിൽ ഏലസ് കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അതെന്താ? അതെന്ത് പറഞ്ഞ കരയണെന്നറിയോ? ഐ ലവ് യു. അടുത്തതിന് സമയായേ. എന്നിട്ട് നീ എന്താ കരയാത്തെ? ഞാൻ കരയണൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കരച്ചിൽ കേൾക്കേണ്ട ആള് കട്ടില് കണ്ടാ പിന്നെ നബീസ പറഞ്ഞ പോലെ ഹള്ളാ പടച്ചോനെ